പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എസ്.ബി. രാജു തിരഞ്ഞെടുക്കപ്പെട്ടു. CITU സംസ്ഥാന സമിതി അംഗമാണ് രാജു. TM ശശി ആലത്തൂർ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ തിരഞ്ഞെടുപ്പ് നടത്തിയത്. ചിറ്റൂരിൽ R. ബാബുവും ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മലമ്പുഴ ഡിവിഷനിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥിയായി എസ്.ബി. രാജു വിജയിച്ചത്. വൈസ് പ്രസിഡന്റായി N. സരി തുടരും. ബുധനാഴ്ച രാവിലെ പഞ്ചായത്ത് ഹാളിൽ നടന്ന വോട്ടെടുപ്പിലാണ് ഇടതുമുന്നണിയുടെ 18 അംഗങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തത്. നിലവിലുള്ള പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങിവെച്ച എല്ലാ പദ്ധതികളും അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് അടിയന്തരമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ഫണ്ടും മറ്റും കുറയുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ കുറവ് പ്രോജക്റ്റുകളെ ബാധിക്കും. എന്നാൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഏത് പ്രോജക്റ്റുകൾക്കാണോ മുൻഗണന കൊടുക്കേണ്ടത് അതുപ്രകാരം പാലക്കാട് ജില്ലയുടെ എല്ലാ മേഖലയുടെയും സർവ്വതോന്മുഖമായ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും നമ്മുടെ ഭാവി നാടിനു വേണ്ടി അനുകൂലമായ ഒരു പ്രോജക്റ്റുകളും പദ്ധതികളും ഒക്കെ ആവിഷ്കരിക്കുന്നതിനും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നേതൃത്വപരമായി പങ്കുവയ്ക്കും. പ്രതിപക്ഷത്തെ 12 അംഗങ്ങൾ എതിർത്തു. കോൺഗ്രസിലെ കപൂർ ഡിവിഷനിലെ PK സുനിൽകുമാറായിരുന്നു എതിർ സ്ഥാനാർത്ഥി. പല്ലശ്ശന ഡിവിഷനിൽ നിന്നാണ് ശശി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. അതേസമയം ചിറ്റൂർ നഗരസഭാ ചെയർമാനായി കോൺഗ്രസിലെ R. ബാബു തിരഞ്ഞെടുക്കപ്പെട്ടു. സുമേഷ് അച്യുതൻ ചിറ്റൂർ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണിത്. ചെയർമാനായി തിരഞ്ഞെടുത്തിട്ട് ആദ്യത്തെ നടപടി നമ്മുടെ നഗരസഭയ്ക്കകത്തുള്ള പട്ടി ശല്യം ഒഴിവാക്കുന്നതിന് മുൻഗണന കൊടുക്കും. അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. അതിനായിരിക്കും പരിഗണന. നഗരസഭയിലെ ഉള്ള വികസന കാര്യങ്ങൾ എല്ലാറ്റിനും തുടക്കം കുറിക്കും. നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും നികുതി പിരിവ് ഊർജിതമാക്കുന്നതിനും നമ്മുടെ നഗരസഭയിലുള്ള മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റുന്നതിനും ഒരു നഗരസഭയിലുള്ള താലൂക്ക് ആശുപത്രി ജനപ്രിയമാക്കുന്നതിനും ആയിട്ട് മുന്നിലുണ്ടാവും. LDF സ്ഥാനാർത്ഥിയായി ജെയിൻ ഹിലാരിയോസ് ആണ് മത്സരിച്ചത്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. UTV ന്യൂസ്, പാലക്കാട്.